ഹായ് ഹലോ. ചോട്ട മുംബൈ റിലീസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ കാണാൻ പോയതാണേ. പടം കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാട്ടിട്ടപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആരും തുള്ളാത്തതുകൊണ്ട് ഞാൻ സീറ്റിൽ തന്നെ ഇരുന്നു. ഞാനും ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ് പടം കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഉച്ചയായി ഷോ കഴിഞ്ഞപ്പോൾ. അപ്പോൾ നല്ല വിശപ്പായതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയത് പുഴയ്ക്കലുള്ള മീനോളജിയിലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടും ഞാനിതുവരേക്കും കയറി ഫുഡ് കഴിച്ചിട്ടില്ല. ആകശേട്ടൻ മുന്നേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നിട്ട് കഴിച്ചുകൊണ്ട് നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നട്ടപ്പറ വെയിലത്ത് നിന്ന് നേരെ എ സിയിലേക്ക് കയറേണ്ടതെന്നുള്ള വിഷമം ഞാൻ ആകശേട്ടനോട് പറയായിരുന്നു. പക്ഷേ വിശക്കണോണ്ട് നമുക്ക് കയറാണ്ട് നിവർത്തിയില്ലല്ലോ. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ഭയങ്കര റഷ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് സീറ്റൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവരുടെ ലഞ്ചിൻ്റെ മെനു. ഡിന്നറിന് വേറെ മെനു ആണ്. ഞാനപ്പോൾ വിശദമായിട്ട് വായിച്ച് നോക്കിയിട്ട് എന്ത് പറയണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. സ്ഥിരം പറയണ ഫിഷസ് അല്ലാണ്ട് കുറച്ച് വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ 2 ഫിഷ് കറി മീൽസും പിന്നെ സ്പെഷ്യൽസായിട്ട് ഹമൂർ ഫിഷാണ് പറഞ്ഞത്, തവ ഫ്രൈ. ഞാൻ ഇതുവരെ ഹമൂർ ഫിഷ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫിഷൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കഴിക്കാൻ പറ്റിയത്. നല്ല ചൂടുണ്ടായിരുന്നുകൊണ്ട് ഏട്ടൻ കുറച്ചൊക്കെ പൊട്ടിച്ചിട്ട് തന്നു. പിന്നെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ഫിഷ് കറി മീൽസിലത്തെ ഫിഷ് കറി നല്ല അടിപൊളിയായിരുന്നു. ടേസ്റ്റൊക്കെ നല്ല സെറ്റായിരുന്നു. പക്ഷേ ബാക്കി കറികളൊക്കെ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല വിശന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു. മെയിൻ അട്രാക്ഷൻ നമ്മുടെ ഹമൂർ തവ ഫ്രൈ തന്നെയായിരുന്നു. അതിൻ്റെ മസാലയും ചോറും മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. കാരണം അത്രയും ഫ്ലേവേർഡായിരുന്നു. വേറെ കറിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ഔട്ട് ചെയ്യണ ഫുഡൊക്കെ ഇത്രയും ഫ്ലേവേർഡ് ആയിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. ഇത് ശരിക്കും ഒരു 3 പേർക്കൊക്കെ കഴിക്കാവുന്ന പോർഷനായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫിഷൊക്കെ കാലിയായി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പൊരുവയിലത്തേക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ ശരി, ബൈ.